ചേട്ടാ എനിക്കൊരു കാര്യം പറഞ്ഞോണ്ട് ചേട്ടാ. ചേട്ടാ എനിക്ക് എൻ്റെ ഒരു വീഡിയോ കേട്ടാ. എൻ്റെ അവസ്ഥ കൊണ്ട് ഞാൻ ചോദിക്കും കേട്ടാ. എനിക്ക് എൻ്റെ ഒരു വീഡിയോ ചെയ്യാവോ? ഞാൻ ഒരു കൊച്ചുമായിട്ട് പ്രേമത്തിലായിരുന്നു. ഞങ്ങൾ 9 വർഷമായിട്ട് സ്നേഹിച്ചുകൊണ്ടിരുന്നത്. 9 വർഷമായിട്ട് ഞാൻ പൊന്നു പോലെ അവളെ നോക്കിക്കൊണ്ടിരുന്നതാണ്. അവൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ഇത് ഞാനിപ്പോൾ ഒരു 1.5 വർഷം മുന്നോട്ട് സൗദി ഞാൻ പോയി ജോലിക്കായിട്ട്. അതെന്ത് വേറെ നല്ല ഇവളെ കെട്ടണമെന്ന് ആഗ്രഹമായിട്ടുള്ള പോയതാണ്. പക്ഷെ നാട്ടിൽ വരുമ്പോൾ ഞാൻ അറിയുന്നത് എന്തോന്നറിയാമോ? ഞാൻ പോയി എല്ലാവരും പോയിട്ട് വരുമ്പോഴത്തേക്കും നല്ല വാർത്തയാണ് കേൾക്കുന്നത്. ഞാൻ നാട്ടിൽ വരുമ്പോൾ അറിയുന്നത് ഇവിടെ എന്നോട് പറയുക, നമുക്കിത് പറ്റത്തില്ല, ഇവനുണ്ടോ ശരിയാകത്തില്ല, ഇവിടെ നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താതെ പറയുന്നത്. കാരണം ഞാൻ അതുപോലെ സ്നേഹിച്ചത് അവളെ. അവളെന്ന് പറഞ്ഞത് നിർത്താന്നാണ് പറയുന്നത്. ഞാൻ പറയും കുഴപ്പമില്ല, നമുക്ക് പോകാടി, കുഴപ്പമില്ല, ഒന്നും പറ്റില്ല, നീ വാ, ഞാൻ കൊണ്ടുപോയിക്കോളാന്ന് വരെ അവൾ പറഞ്ഞു. അപ്പോൾ അവളെന്നോട് പറയുക, റിലേഷനായിട്ട് എനിക്ക് താല്പര്യമില്ല, എനിക്ക് റിലേഷനായിട്ട് എനിക്ക് താല്പര്യമില്ല, ഫ്രണ്ടായിട്ട് കാണുന്നത്. ചേട്ടാ ഇത്രയും നാൾ 8 വർഷം സ്നേഹിച്ച അവളെ എങ്ങനെയാട്ടാ ഈ ഒരു ഫ്രണ്ടായിട്ട് കാണുന്നത്? ആ ഒരു ഗതികേട് ആർക്കും വരാതിരിക്കട്ടെ, എനിക്ക് അത്ര പറയാനുള്ളൂ. ഞാൻ കഴിച്ചില്ലേ പോലും അവളെ ഞാൻ നോക്കുമായിരുന്നു. എൻ്റെ വീട്ടിൽ പൈസ കൊടുത്തില്ലേ പോലും അവൾക്ക് കൊടുക്കുമായിരുന്നു. അവർക്ക് ഡ്രസ്സില്ലെന്ന് പറയുമ്പോൾ പോലും ഞാൻ ഡ്രസ്സ് മേടിച്ച് കൊടുക്കുന്നത്. അവർക്ക് ഫുഡ് മേടിക്കാൻ പൈസ ഇല്ലെന്ന് പറയുമ്പോൾ ആ സ്പോട്ടിൽ ഞാൻ പൈസ കൊടുക്കുമല്ലോ, ഫുഡ് മേടിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പട്ടിണി കണ്ടിട്ട് പോലും ആ ചൂടിച്ച് കൊടുത്ത് പണി തന്നിട്ടാണ് പോലും അവിടെ കാര്യങ്ങളാണ് ഞാൻ നോക്കിയത്. അങ്ങനെ ഇത് നോക്കിയവളെ ഈ നാട്ടിൽ വരുന്നവരോട് പറഞ്ഞത്. നാട്ടിൽ വരുമ്പോൾ അവളെന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രണ്ടായിട്ട് പോകാമല്ലോ. ഇത്രയും നാളെ സ്നേഹിച്ചവൾ എങ്ങനെയാട്ടോ ഒരു ഫ്രണ്ടായിട്ട് കാണുന്നത്? എനിക്ക് പറ്റുന്നില്ല. എൻ്റെ കയ്യിൽ എല്ലാ രീതിക്ക് പോയിരിക്കുവാണ്. എനിക്ക് എന്താ ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ഇതുപോലൊരു ഗതി ആർക്കും വരാതിരിക്കട്ടെ. പൊന്നുപോലെ നോക്കിയതാ, പൊന്നുപോലെ. പക്ഷേ അവൾ എന്നെ ഇങ്ങനെ ചതിക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്നെ ഇത്ര നാളും എൻ്റെ കൂടെ തന്നെ കാണുമെന്ന്, എന്നെ ഇത്ര ആൾ ചതിക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ അവളെ കിടന്ന് ഉണ്ടാക്കിയതല്ല ഇവക്ക് വേണ്ടി. ഇവളെന്നോടെ പോയപ്പോൾ പറഞ്ഞതാ, പോയി വരുമ്പോഴത്തേക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം സെറ്റാകുമെന്ന്. ഞാനത് ആ ഒരു വിശ്വാസത്തിൽ ഞാൻ പോയതാ. എനിക്ക് ഇങ്ങനെ ഒരു ഗതി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്തിനാണ് അവൾ എന്നെ ഇങ്ങനെ ചെയ്തത് എനിക്കൊരു പിടുത്തമില്ല. ഒന്നിനും ഒരു കുറവും ഞാൻ അവൾക്ക് വരുത്തിയിട്ടില്ലായിരുന്നു. കേട്ട എനിക്ക് പോലും ഭയങ്കര സങ്കടമായി. ദ ഗ്രേറ്റ് 9 years സിൻസിയറായിട്ട് അയാളുടെ ജീവനും ജീവിതവുമായി കണ്ട ഒരാള് ആ ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അയാളുടെ അവസ്ഥയും കൂടി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഒരു ദിവസം 3-4 കോൾ അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഫോർ ദ കൗൺസിലിംഗ് പാർട്ട്. ഹസ്ബൻഡിനെ ടോർച്ചർ ചെയ്തും ഫിസിക്കലായിട്ട് ഹറാസ് ചെയ്തും പല രീതിയിലും ഉപദ്രവിച്ചിട്ടും പിടിച്ചു നിൽക്കുന്ന പെൺകുട്ടികളുള്ള ഈ നാട്ടില് ഇതുപോലെ ഒരാളെ സ്നേഹിക്കാൻ എനിക്ക് കിട്ടിയിട്ട് ആ സ്നേഹം കണ്ടില്ലെന്ന് വെക്കുമ്പോൾ ഞാനും നീ അടക്കമുള്ള ആളുകൾ വിശ്വസിക്കുന്ന ദൈവം ഉണ്ടെങ്കിൽ യു ഹാവ് ടു ആൻസർ. അയാളുടെ കണ്ണീർ നിങ്ങൾ പറയേണ്ടവരാ. അയാളുടെ സുഖവും സന്തോഷവും മാറ്റിവെച്ച് നിങ്ങളാണ് അയാളുടെ ജീവനും ജീവിതവും എന്ന് കണ്ട് ജീവിച്ച് തീർക്കുമ്പോൾ അയാളുടെ സ്നേഹം കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ കണ്ണീരിന് മറുപടി പറയാണ്ട് നിങ്ങളുടെ ജീവിതം കഴിഞ്ഞു പോകില്ല കേട്ടോ, മറക്കണ്ട.